നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി. തക്കാളി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ജനുവരി വരെയാണ്. കഠിനമായ മഴയുള്ള സമയത്ത് തക്കാളി നടുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈർപ്പം കൂടിയാൽ ചെടികൾക്ക് പെട്ടെന്ന് വാട്ടരോഗം വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അണഘ, വെള്ളായണി വിജയ്, മനുപ്രഭ, ശക്തി എന്നിവ നല്ല ഇനങ്ങളാണ്. വിത്തുകൾ നേരിട്ട് മണ്ണിൽ നടുന്നതിനു പകരം പ്രോ ട്രേകളിലോ ചെറിയ ചട്ടികളിലോ പാകി മുളപ്പിക്കുക. വിത്ത് പാകി 25-30 ദിവസം കഴിയുമ്പോൾ തൈകൾ മാറ്റി നടാം. തൈകൾ മാറ്റി നടുന്നതിന് മുൻപ് 20 മിനിറ്റ് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കിവെക്കുന്നത് രോഗങ്ങളെ തടയാൻ സഹായിക്കും. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലം വേണം കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ. മണ്ണിലെ അമ്ലാംശം കുറയ്ക്കാൻ നടുന്നതിന് ഒരാഴ്ച മുൻപ് അല്പം കുമ്മായം മണ്ണിൽ ചേർത്ത് ഇളക്കുക. അടിസ്ഥാന വളമായി ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർക്കാം. നനയ്ക്കൽ: മണ്ണിൽ എപ്പോഴും ഈർപ്പമുണ്ടായിരിക്കണം. എന്നാൽ തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. തക്കാളി ചെടികൾ വളർന്നു വരുമ്പോൾ അവ മറിഞ്ഞു വീഴാതിരിക്കാൻ കമ്പുകൾ കുത്തി കയറുകൾ കെട്ടിക്കൊടുക്കണം. ചെടി നട്ട് 2 ആഴ്ച കൂടുമ്പോൾ ജൈവവളങ്ങൾ നൽകാം. കടല പിണ്ണാക്ക് പുളിപ്പിച്ചത്, ഫിഷ് അമിനോ ആസിഡ് ചെടിക്ക് കരുത്ത് ലഭിക്കാൻ, കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവ. തക്കാളിയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഇലചുരുട്ടിയും വാട്ടരോഗവും. വേപ്പിണ്ണാക്ക് മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിലൊരിക്കൽ തളിക്കുന്നത് കീടങ്ങളെ അകറ്റാൻ സഹായിക്കും. വാട്ടരോഗം തടയാൻ ഇടയ്ക്കിടെ സ്യൂഡോമോണസ് ലായനി ചുവട്ടിലൊഴിച്ചു കൊടുക്കുക.